ചന്ദനക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിനും ഒന്നും ഇവിടെ സ്ഥാനമില്ല. ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖവും ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരാന്റെ അടുത്താണ്. തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ. മാനസിക നില തെറ്റിയവർക്കും മാനസിക പിരിമുറുക്കമുള്ളവർക്കും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മയിൽപീലി കൊണ്ടൊരു തലോടുന്നു. കേട്ടാൽ ഞെട്ടുന്ന അതിഗംഭീര ഒരു ഐതിഹ്യമുണ്ട് ഈ കല്ലുപള്ളി. ഈ കാണുന്ന കൽത്തൂണുകളൊന്നും ഒരേ സ്ഥലത്തിൽ നിന്ന് കൊണ്ടുവന്നവയല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രോഗശാന്തി ലഭിച്ചവർ പള്ളിക്ക് വേണ്ടി നേർച്ചയായി സമർപ്പിച്ചിട്ടുള്ളതാണ്. വീട്ടിലെ ദുശകനങ്ങൾ മാറ്റുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ രീതികൾ ഇവിടെ ഉണ്ട്. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, മുഹിയുദ്ദീൻ ഷെയ്ഖ് അലി തങ്ങളുടെ കാൽപാദം പതിഞ്ഞ സ്ഥലം. കേട്ടപ്പോൾ അതിശയം തോന്നിയ ഒരു നേർച്ചയുള്ളൂ, സൗന്ദര്യം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറുകുകള്, പാടുകള് എന്നിവ മാറുന്നതിന് വേണ്ട പ്രത്യേക ഒരു പ്രാർത്ഥനയുണ്ട്. കൊടിമരത്തിന് വെള്ളം കാണും. മൺകുടത്തിൽ കൊണ്ടുവരുന്ന വെള്ളം ഉപ്പും മുളകും കയ്യിൽ പിടിച്ചുകൊണ്ട് കൊടിമരത്തിന് ചുറ്റും വെള്ളം കാണും. ഈ കൊടിമരം എന്നത് വലിയൊരു പുളിമരവും വേപ്പുമരവും ചേർന്നാണ്. ജോലിയില്ലാത്തവർ, കുട്ടികളില്ലാത്തവർ, ഭവനമില്ലാത്തവർ, മാനസിക വിഭ്രാന്തിയുള്ളവർ എന്നിങ്ങനെ എല്ലാവർക്കും കൂടെ അഭയം. വായു സഞ്ചാരമില്ലാത്ത ഈ മുറികളിലെ ഒരു വിളക്കുകളും അണയാറില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനഃശുദ്ധിയോടെ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചതിന്റെ സന്തോഷവും പ്രാർത്ഥിക്കുന്നവന്റെ നിശബ്ദതയും കണ്ടതിന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇവിടെയുള്ള ഓരോ തൂണിന്റെ ചുവട്ടിലും എവിടെ നിന്നോ എന്തിനെന്നോ അറിയാതെ വന്ന ഒരുപാട് ജീവനുകൾ.